ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക്, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകം. ഓരോ അമ്മയും ഒരു അത്ഭുതമാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന അത്ഭുതം. ഇത് നിന്റെ 3-ാം മാസമാണ്. നിന്റെ വയറ്റിൽ കുഞ്ഞിനൊപ്പം ഒരു ട്യൂമറും കൂടി വളരുന്നുണ്ടെന്ന് നിനക്ക് ഓർമ്മ വേണം. ഉചിതമായ തീരുമാനം നിങ്ങൾക്കെടുക്കാം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ കുഞ്ഞ്. എന്താ തീരുമാനിക്കുക? ഞാനന്ന് വന്നപ്പോ തന്നെ പറഞ്ഞല്ലേ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ 2 മക്കൾക്കൊപ്പം ഈ ജീവിതം ഞാൻ വളർത്തും. ഇച്ചായ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഡോക്ടറെ, ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇച്ചായ. നമുക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് ഡോക്ടറോട് പറയിച്ചായ. നിന്റെ ജീവനാണ് എനിക്ക് വലുത്. നമുക്ക് 2 കുട്ടികളില്ലേ, നമുക്ക് ഇതിനെ വേണ്ടെന്ന് വയ്ക്കാം. എനിക്ക് നീ മതി. എനിക്ക് നിന്റെ ജീവനാണ് വലുത് നാൻസി. അതെ ഇച്ചായ, പക്ഷെ നമ്മുടെ 2 കുഞ്ഞുങ്ങൾക്കൊപ്പം എനിക്ക് എന്റെ ഈ കുഞ്ഞുകൂടെ വേണം. നമ്മളിത് ഒത്തിരി ആഗ്രഹിച്ചതല്ലേ. ഡോക്ടറെ, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിനെ വേണം. മറ്റു കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെ ഒപ്പം ഈ കുഞ്ഞിനെ ഞങ്ങൾ വളർത്താൻ തീരുമാനിച്ചതാണ്. ഇനി അതിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. ഓക്കെ, എനിക്കിനിയിപ്പോ ഒന്നും പറയാനില്ല. എന്റെ ആൻസിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? അവരെ രക്ഷപ്പെടുമോ? ആൻസി, ഡോക്ടർ ശിവന്റെ എന്റെ മോളെ, എനിക്ക് വേദനിക്കുന്നു. എന്റെ വിഷമോ? നമ്മൾ ഡോക്ടറെ വിളിക്കട്ടെ? ഒന്ന് ഓടി വരുമോ? ഡോക്ടറെ ഒന്ന് വിളിക്കുമോ? ആൻസിക്ക് എന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. നമുക്ക് വല്ലാത്ത വേദന ഡോക്ടർ. നമുക്ക് സഹിക്കാൻ പറ്റുന്ന പറയുന്നത്. നമ്മുടെ മോളെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കാണണം. തന്റെ കുഞ്ഞിന്റെ ജീവന് ആപത്തുണ്ടാക്കുന്ന ഒരു മരുന്നും വേണ്ട എന്ന തീരുമാനത്തിലെത്തിയ ആൻസി എന്ന ഒരമ്മ മാതൃത്വത്തിന്റെ മഹത്വമാണ്. മാതൃത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ